പി സുനീർ എം പി ആണ് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ചേരുന്നത്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമാണ്. വിവിധ പാർട്ടികളുടെ കൺവെൻഷനുകളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് എത്തിയത് തോന്നുന്നു. എങ്ങനെയാണ് മണ്ഡലത്തിൽ LDFിൻ്റെ പ്രതീക്ഷകൾ പരിശോധിക്കുമ്പോൾ? ഞങ്ങളുടെ പാർട്ടിയുടെ ബൂത്ത് കമ്മിറ്റി കൺവീനർമാരുടെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ബൂത്തുകളുടെ കൺവീനർമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് CPI. ആ ബൂത്ത് കൺവീനർമാരുടെ കൺവെൻഷനാണ് ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതിനുശേഷം പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഇതുപോലെയുള്ള കമ്മിറ്റികൾ കൺവെൻഷനിൽ ചേരും. ബഹുജന പ്രസ്ഥാനങ്ങളുടെയും പാർട്ടി എന്നുള്ള രീതിയിലുള്ള യോഗങ്ങൾ ചേർന്നതിന് ശേഷം LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടുകൂടി LDFിൻ്റെ യോജിച്ച പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകും. ഇന്നലെ LDFിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റി, അസംബ്ലി മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്ന് ബാക്കി പ്രവർത്തനങ്ങളൊക്കെ സംഘടനാപരമായ പ്രവർത്തനങ്ങളൊക്കെ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് LDFിനെ സംബന്ധിച്ച് തീർച്ചയായും വളരെ അഭിമാനകരമായൊരു രാഷ്ട്രീയ പോരാട്ടം നടത്തി ഈ മണ്ഡലം LDF നിലനിർത്താവുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏറ്റവും പ്രധാനമായി സംസ്ഥാന ഗവൺമെൻറ് വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പായിരിക്കണം ഇത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിലാകെ നടപ്പിലാക്കിയ വൻകിട വികസന പദ്ധതികൾ, നമ്മുടെ ദേശീയപാത, വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ 2-ാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ, അങ്ങനെ എണ്ണി പറഞ്ഞാൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ, വൻകിട വികസന പ്രവർത്തനങ്ങളും സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളും ഒരുപോലെ അഡ്രസ്സ് ചെയ്തൊരു ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. തീർച്ചയായും വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നിലമ്പൂരിൻ്റെ വികസന പ്രശ്നങ്ങളാണെങ്കിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് നിലമ്പൂർ മണ്ഡലത്തിലുണ്ടാക്കിയത്. ഏതാണ്ട് 10-40 വർഷക്കാലം ഒരു പാർട്ടിയുടെ തന്നെ MLA ജയിച്ചു പോയി അദ്ദേഹം മന്ത്രിയായി ഒക്കെ പ്രവർത്തിച്ച ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ബാക്കിയുണ്ടായിരുന്ന ഒട്ടേറെ വികസനം, അതൊരു സമാനതകളില്ലാത്ത വികസനമാണ്. ഒരു അരനൂറ്റാണ്ട് കൊണ്ട് ഉണ്ടാവേണ്ട വികസനമാണ് ഈ 10 വർഷക്കാലം കൊണ്ട് അല്ലെങ്കിൽ 9 വർഷക്കാലം കൊണ്ട് കേരളത്തിലും ഈ നിലമ്പൂർ മണ്ഡലത്തിലും ഉണ്ടായത്. മലയോര ഹൈവേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ഇവിടെ. ഏതാണ്ട് 75% അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം ഉണ്ടായിരുന്നതാണ് നിലമ്പൂർ ബൈപ്പാസ്. അതും ഈ 2 ദിവസത്തിനകം യാഥാർത്ഥ്യമായി. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അതിവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂർത്തീകരിക്കാവുന്ന രീതിയിലുള്ള പദ്ധതികളുമായാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം നിലമ്പൂരിലുള്ള ജില്ലാ ആശുപത്രി, നിലമ്പൂരിലെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ സർക്കാർ ആശുപത്രികൾ എല്ലാം തന്നെ ഒരു കാലത്തുമില്ലാത്ത വികസനമുണ്ടാക്കി ജനങ്ങൾക്ക് നേരിട്ട് അനുഭവത്തിലൂടെ ബോധ്യപ്പെടാൻ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇക്കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിലെ ഒരു വിലയിരുത്തലായി തന്നെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം മാറും, അങ്ങനെ തന്നെയാണ്? തീർച്ചയായും ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തെ LDF ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകണമെന്നാണ് ഞങ്ങൾ ഈ നിലമ്പൂരിലെ വോട്ടർമാരോട് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം രാഷ്ട്രീയ പ്രശ്നങ്ങളും, ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ പ്രശ്നങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. വഖഫ് ബില്ല് പോലെയുള്ള ഏറ്റവും നിർണായകമായ ഒരു വിഷയത്തിൽ ഇന്ത്യയിൽ ഏതാണ്ട് 20 കോടിയിലേറെ വരുന്ന ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ വഖഫ് ബില്ല്. ഞങ്ങളൊക്കെ ആ ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത ജനപ്രതിനിധികളാണ്. എന്നാൽ അവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിലമ്പൂർ മണ്ഡലത്തിനൊരു MP ഉണ്ട്. വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയ ശ്രീമതി പ്രിയങ്ക ഗാന്ധി. എന്താണ് വഖഫ് വിഷയത്തിൽ അവരുടെ നിലപാട്? വോട്ട് ചെയ്യാൻ അവർ വന്നില്ല, പാർലമെൻറ്റ് ചർച്ചയിൽ അവരുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ 4-5 ദിവസമായി നമ്മളവരെ കാണുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫീസിന് മുമ്പിലാണ്. സ്വന്തം ഭർത്താവിൻ്റെ അഴിമതി കേസിൽ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെയും ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ED ഓഫീസിന് മുമ്പിൽ കയറി ഇറങ്ങുകയാണ്. അവർക്ക് ഈ വഖഫ് ബില്ലിലുള്ള അഭിപ്രായം ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. EDയുടെ മുമ്പിൽ ഹാജരാകാൻ ഒരാഴ്ചയിലേറെ സമയമുള്ള പ്രിയങ്ക ഗാന്ധിക്ക് പാർലമെൻറ്റിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷത്തോടൊപ്പം വോട്ട് ചെയ്ത് വഖഫ് ബില്ലിനെതിരെ ഞാൻ എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തി എന്തെങ്കിലും പറയാനുള്ള രാഷ്ട്രീയമായ ധാർമ്മികമായ ഉത്തരവാദിത്വമില്ലേ? ആ ഉത്തരവാദിത്വം നിറവേറ്റാതെയാണ് അവർ വന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി, അദ്ദേഹം ഈ 2 തവണ ഈ വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയ, നിലമ്പൂരിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു പോയ MP ആണ്. അദ്ദേഹം ഈ വഖഫ് ബില്ല് എന്ത് നിലപാട് സ്വീകരിച്ചു? ഒരുപക്ഷെ ഇത്ര നിർണായകമായൊരു ബില്ലിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അഭിപ്രായം പറയാത്ത ഏക സന്ദർഭമായിരിക്കും ഇപ്പോൾ കടന്നുപോയത്. തീർച്ചയായും വഖഫ് ബില്ല് ഇപ്പോൾ നിയമപോരാട്ടം നടക്കുകയാണ് സുപ്രീം കോടതിയിൽ. കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ടോ? ഞങ്ങളുടെ പാർട്ടി കക്ഷി ചേർന്നിട്ടുണ്ട്. CPI പ്രധാനപ്പെട്ട കക്ഷിയാണ്. ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് പ്രതിഷേധം ആചരിച്ചു. മുസ്ലിം ലീഗ് അതിൽ കക്ഷിയാണ്. ഞങ്ങൾക്ക് വിരോധമില്ല. 13ഓളം ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്തുന്നു. കോൺഗ്രസ് അതിൽ കക്ഷിയല്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഈ വഖഫ് പോലെയുള്ള വിഷയങ്ങളിൽ, ന്യൂനപക്ഷ പ്രശ്നങ്ങളിൽ നിലമ്പൂർ വരുമ്പോൾ, മലപ്പുറത്ത് വരുമ്പോൾ ഇവിടെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്ത് പറയുന്ന അഭിപ്രായമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ അവരെടുക്കുന്ന നിലപാട്. ഈ ഇരട്ടത്താപ്പ് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്യപ്പെടും. അങ്ങ് നിലമ്പൂരിനെ അറിയുന്നൊരു വ്യക്തി കൂടിയാണ്, മുൻപ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നൊരു വ്യക്തി കൂടിയാണല്ലോ. സ്വാഭാവികമായിട്ടും നിലമ്പൂരിൽ ഇത്തവണ LDFിൻ്റെ സ്ഥാനാർത്ഥി ആര് വരണം? അതായത് പ്രവർത്തന പരിചയമാണോ, അല്ലെങ്കിൽ ഒരു യുവ സ്ഥാനാർത്ഥി വരണം? അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം CPI പറയുമോ? ഇല്ല, ഞങ്ങളങ്ങനെ ഒരു മുന്നണി സംവിധാനത്തിനകത്ത് വേറൊരു പാർട്ടി മത്സരിക്കുന്ന സീറ്റിൽ സ്ഥാനാർത്ഥി ഇന്ന ആളായിരിക്കണം, അല്ല ഇന്ന രീതിയിലായിരിക്കണം എന്ന അഭിപ്രായമൊന്നും സ്വാഭാവികമായും പറയാറില്ല, സാധാരണ പതിവില്ല. പിന്നെ ഒരു ചർച്ച ചെയ്യേണ്ട സന്ദർഭം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ആ രീതിയിൽ പറയേണ്ട സാഹചര്യത്തിൽ പറയും. വളരെ അപൂർവമായ അത്ര സാഹചര്യങ്ങൾ ഉണ്ടാകാറുള്ളൂ. CPI മത്സരിക്കുന്ന സീറ്റുകളിലൊക്കെ സാധാരണ എടുക്കുന്ന നിലപാട് ആ ഒരു പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയാവുന്ന സാഹചര്യം ഞാൻ സൂചിപ്പിച്ചതും, അതോടൊപ്പം തന്നെ MLA യുടെ രാഷ്ട്രീയ നിലപാട് മാറി. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് ഇവിടെ സാഹചര്യം ഉണ്ടായത്? ഇപ്പോൾ വയനാട് പാർലമെൻറ്റിലേക്ക് 2 തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു.
അതോടൊപ്പം തന്നെ നിയമസഭയിലേക്ക് 2 തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ കോൺഗ്രസ് എടുക്കുന്ന UDF എടുക്കുന്ന ഈ രാഷ്ട്രീയ നിലപാടും അവർ ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയമായി കാണുന്നതിന് പകരം അൻവറിനെ മുൻനിർത്തിക്കൊണ്ടുള്ള നാണം കെട്ടപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന അൻവറാണ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് കോൺഗ്രസിന് പ്രസക്തിയുള്ളത്? ആ രീതിയിലേക്ക് അതപ്പതിച്ചു പോയൊരു സംഘടനാ സംവിധാനവും അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളും കൊണ്ട് പൊതുവേ ദുർബലമായി നിൽക്കുന്ന കോൺഗ്രസിന് അതിന് തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതായിരിക്കും അൻവറിൻ്റെ സാന്നിധ്യം. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ തന്നെയാകുമെന്നുള്ളതാണ് CPI നേതാവും രാജ്യസഭാ MP കൂടിയായിട്ടുള്ള PP സുനി റിപ്പോർട്ടർ ചാനലിനോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലോയ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ.